1 കോടിയിലധികം സൈനികർ മരണപ്പെട്ട ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ മറ്റു പല കോളനികളെയും പോലെ ഇന്ത്യയും യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. 28 ജൂലൈ 1914 ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം 11 നവംബർ 1918 അവസാനിച്ചത്. ബ്രിട്ടൻ്റെ യുദ്ധ താൽപ്പര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ വൻതോതിൽ സൈനികരെയും വിഭവങ്ങളെയും സാമഗ്രികളെയും നൽകി. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ധാരാളം ഇന്ത്യൻ സൈനികർ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ അവർ പോരാടി. ഇന്ത്യൻ സൈനികർ ഉൾപ്പെട്ട പ്രധാന യുദ്ധങ്ങളും യുദ്ധനീക്കങ്ങളും ഇവയൊക്കെയാണ്: ഗാലിപ്പോളി യുദ്ധം 1915, മെസൊപ്പൊട്ടാമിയൻ ക്യാമ്പയിൻ 1914, 1918, ഫലസ്തീൻ ക്യാമ്പയിൻ 1917, 1918 എന്നിവയായിരുന്നു. പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും നടന്ന പോരാട്ടങ്ങളിൽ 13 ലക്ഷം ഇന്ത്യൻ പട്ടാളക്കാർ പങ്കെടുക്കുകയും 3/4 ലക്ഷം പേർ മരിക്കുകയും ചെയ്തു. അവരുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണ് ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യൻ സൈന്യത്തിലെ ചില ഡിവിഷനുകൾ വിദേശത്തേക്ക് അയച്ചപ്പോൾ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി കാക്കുന്നതിനും ആഭ്യന്തര സുരക്ഷയ്ക്കും മറ്റു പരിശീലന ചുമതലകൾക്കുമായി മറ്റുള്ള ബറ്റാലിയനുകൾ ഇന്ത്യയിൽ തന്നെ തുടരേണ്ടി വന്നു. യമണ്ടൻ എന്ന പ്രയോഗം മലയാളികൾക്ക് നൽകിയ യെംഡൻ എന്ന ജർമ്മൻ യുദ്ധക്കപ്പൽ മദ്രാസ് തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളും പ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം നിർണായക പങ്ക് വഹിച്ചു. യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിനായി ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സാമ്പത്തിക വിഭവങ്ങൾ വൻതോതിൽ ചൂഷണം ചെയ്തു. നികുതികളിലൂടെയും യുദ്ധ ബോണ്ടുകൾ വാങ്ങുന്നതിലൂടെയും ഇന്ത്യ സാമ്പത്തികമായി സംഭാവന നൽകി. വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വെടിക്കോപ്പുകൾ തുടങ്ങിയ അവശ്യ യുദ്ധസാമഗ്രികൾ നിർമ്മിക്കുന്നതിലാണ് ഇന്ത്യൻ വ്യവസായങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ യുദ്ധം ഇന്ത്യയിലുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട്. കാരണം യുദ്ധം ഇന്ത്യക്ക് മേൽ കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാൻ കാരണം ബ്രിട്ടീഷ് യുദ്ധ താൽപ്പര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നമ്മുടെ വിഭവങ്ങളും ധനകാര്യവും മനുഷ്യശക്തിയുമെല്ലാം അതിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഇത് കാരണം ഇന്ത്യൻ ജനതയ്ക്ക് ക്ഷാമവും പണപ്പെരുപ്പവും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നു. മറ്റൊന്ന്, ദേശീയ പ്രസ്ഥാനത്തിന് ആക്കം കൂടി. സൈനികർ, വിഭവങ്ങൾ, ധനകാര്യം എന്നിവയിൽ ഇന്ത്യയുടെ ഗണ്യമായ സംഭാവനകൾ സ്വയംഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ആവശ്യത്തെ ശക്തിപ്പെടുത്തി. യുദ്ധം ഇന്ത്യൻ സൈനികരെ സ്വയം നിർണയത്തിൻ്റെയും ദേശീയതയുടെയും ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാക്കി. ഇത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് കൂടുതൽ ഊർജം പകർന്നു. മറ്റൊന്ന്, രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ. യുദ്ധത്തിൽ ഇന്ത്യയുടെ സംഭാവനകളെ അംഗീകരിച്ച ബ്രിട്ടീഷ് സർക്കാർ 1919 മൊണ്ടാഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. ഇത് ഇന്ത്യയിൽ പരിമിതമായ സ്വയംഭരണം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നിരുന്നാലും പല ഇന്ത്യൻ നേതാക്കളും ഈ പരിഷ്കാരങ്ങൾ അപര്യാപ്തമാണെന്ന് കരുതി സ്വാതന്ത്ര്യത്തിനായുള്ള ആഹ്വാനങ്ങൾ കൂടുതൽ തീവ്രമാക്കി. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഉദയമാണ് മറ്റൊരു ആഘാതം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള നിരാശയും കാര്യമായ രാഷ്ട്രീയ പരിഷ്കാരങ്ങളുടെ അഭാവവും ഗദർ പാർട്ടി, ഹിന്ദു മുസ്ലിം വിപ്ലവ സംഘടനകൾ അങ്ങനെ അനവധി പ്രസ്ഥാനങ്ങളുടെ ഉദയത്തിലേക്ക് നയിച്ചു. സായുധ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ അട്ടിമറിക്കാൻ ഈ സംഘടനകൾ ആഗ്രഹിച്ചു. ഇന്ത്യൻ സൈന്യം ഒന്നാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള പെട്ടെന്നുണ്ടായ ഒരു കാരണം ഇതാണ്. 1901 പേർഷ്യൻ ഗൾഫിൻ്റെ ആസ്ഥാനമായ മസ്ജിദ് ഇ സുലൈമാനിൽ വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണ കണ്ടെത്തി. 1914 അതായത് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഈ പാടങ്ങൾക്കുള്ള ഇളവുകളും മറ്റും സ്വന്തമാക്കിയിരുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ആംഗ്ലോ പേർഷ്യൻ എണ്ണ കമ്പനി ബ്രിട്ടീഷ് സർക്കാർ വാങ്ങാൻ പോവുകയായിരുന്നു, പ്രധാനമായും ബ്രിട്ടീഷ് കപ്പലുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി. ഇതിനെതിരെ ഓട്ടോമൻ തുർക്കി സൈന്യത്തെ അണിനിരത്തുകയാണെന്ന് മനസ്സിലായി. ബ്രിട്ടൻ്റെ ഈ തന്ത്രപരമായ ആസ്തികൾ സംരക്ഷിക്കുന്നതിന് അടിയന്തര പദ്ധതികൾ തയ്യാറാക്കാൻ ഓഗസ്റ്റിൽ ഇന്ത്യൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. തുർക്കി സൈന്യം ജർമ്മനിയെ പിന്തുണയ്ക്കാൻ വന്നാൽ എണ്ണപ്പാടങ്ങൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കണമെന്ന് അവർ പദ്ധതികൾ നിർദ്ദേശിച്ചു.
ഒരു അടിയന്തര സാഹചര്യം എന്ന നിലയിൽ ലഫ്റ്റനന്റ് ജനറൽ സർ ആർതർ ബാരറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ എക്സ്പെഡിഷണറി ഫോഴ്സ് 1914 ഒക്ടോബർ 16 ബോംബെയിൽ നിന്ന് ബഹ്റൈനിലേക്ക് കപ്പൽ കയറി. സെപ്റ്റംബർ അവസാനം യൂറോപ്പിലേക്ക് അയച്ച എക്സ്പെഡിഷണറി ഫോഴ്സ് എയുമായി അവരും ചേർന്നു. ഇന്ത്യൻ പട്ടാളക്കാർ, തൊഴിലാളികൾ എന്നിവർ ഇല്ലായിരുന്നെങ്കിൽ രണ്ട് പോരാട്ടങ്ങളുടെയും ഗതി വ്യത്യസ്തമാകുമായിരുന്നു. ഇന്ത്യൻ സൈനികർ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളെ അതിജീവിക്കാൻ ബ്രിട്ടന് കഴിയില്ലായിരുന്നുവെന്ന് മുൻ ബ്രിട്ടീഷ് ഫീൽഡ് മാർഷലും 1942 മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കരസേനാ മേധാവിയുമായിരുന്ന സർ ക്ലൗഡ് ഔച്ചിൻലേക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ 1.5 ദശലക്ഷത്തോളം ഇന്ത്യൻ സൈനികർ സ്വമേധയാ പൊരുതാൻ മുന്നോട്ട് വന്നത് അവരുടെ ആവശ്യത്തിനും കടമയ്ക്കും വേണ്ടിയല്ല, മറിച്ച് അവരുടെ വയറ് നിറയ്ക്കാനും ദാരിദ്ര്യത്തിൻ്റെയും മറ്റ് ദുഷിച്ച വ്യവസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനും കൂടി വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം. പ്രത്യേകിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരിൽ ഏകദേശം 50% വിതരണം ചെയ്ത പഞ്ചാബ് പ്രവിശ്യയിൽ. ഇനി നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പരിശോധിക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടാൻ ഏകദേശം 1.5 ദശലക്ഷം ഇന്ത്യൻ സൈനികർ സന്നദ്ധരായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി ഇന്ത്യ യുദ്ധം ചെയ്യുന്നതിനെ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് അനുകൂലിച്ചിരുന്നു. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന് നേരിട്ട് പിന്തുണച്ചിരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാമെന്ന് അവർ ബ്രിട്ടന് വാഗ്ദാനം നൽകി. പക്ഷേ കോൺഗ്രസിൻ്റെ ആവശ്യം ബ്രിട്ടൻ നിരാകരിച്ചു. ഇതേ തുടർന്ന് 1942 ഓഗസ്റ്റിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരമെന്ന ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചു. ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് 4 ദിവസത്തിന് ശേഷം ഇന്ത്യൻ സൈനികർ യുദ്ധത്തിനായി അണിനിരന്നു. യൂറോപ്പ്, പശ്ചിമേഷ്യ, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ യുദ്ധമേഖലകളിൽ ഇന്ത്യക്കാർ ധീരതയോടെ പോരാടി. അവർ 11 വിക്ടോറിയ ക്രോസുകൾ നേടി. ധീരതയ്ക്കുള്ള ബ്രിട്ടൻ്റെ പരമോന്നത ബഹുമതിയാണ് വിക്ടോറിയ ക്രോസ്. യുദ്ധത്തിന് പോയ ആ പുരുഷന്മാരിൽ ഏകദേശം 74,000 പേർ ഒരിക്കലും നാട്ടിലേക്ക് മടങ്ങിയില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉത്തരാഫ്രിക്കയിലും കിഴക്കൻ ആഫ്രിക്കയിലും പശ്ചിമ മരുപ്രദേശങ്ങളിലും പോരാടിയ ഏറ്റവും വലിയ സഖ്യകക്ഷി സേനകളിൽ ഒന്നായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യം. യുദ്ധം ഏറ്റവും ശക്തമായിരുന്ന കാലത്ത് ഏതാണ്ട് 25 ലക്ഷം ഇന്ത്യൻ സൈനികർ ലോകമെങ്ങും യുദ്ധം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 5 ലക്ഷത്തോളം സൈനികർ അച്ചുതണ്ട് ശക്തികൾക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്തു. ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും അടങ്ങുന്ന സഖ്യമാണ് അച്ചുതണ്ട് ശക്തികൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവരും സഖ്യകക്ഷികളും തമ്മിലായിരുന്നു പോരാട്ടമെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് കമാൻഡിന് കീഴിലാണ് ഇവർ യുദ്ധം ചെയ്തത്. ആരാണ്? 5 ലക്ഷത്തോളം നമ്മുടെ സൈനികർ. സൈനിക സഹായത്തിന് പുറമെ ചൈനയിലും മറ്റുമുള്ള അമേരിക്കൻ ദൗത്യങ്ങൾക്കായി ധനസഹായം നൽകിക്കൊണ്ടും യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യ പങ്കാളിയായി. പ്രധാനമായും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധങ്ങളിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈനികർ പങ്കെടുത്തത്. 1945 ഓഗസ്റ്റിൽ ജപ്പാൻ്റെ പരാജയത്തെ തുടർന്ന് സിംഗപ്പൂർ, ഹോങ്കോങ് എന്നീ ബ്രിട്ടീഷ് കോളനികളെ സ്വതന്ത്രമാക്കുന്നതിനും ഇന്ത്യൻ സൈന്യം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ബ്രിട്ടനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. നാസി ജർമ്മനിക്കും ജപ്പാൻ സാമ്രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ട ധനസഹായവും സൈനിക പിന്തുണയും ഇന്ത്യയിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാലും വലിയ അളവിൽ യുദ്ധോപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാലും ഇന്ത്യയെ ഉപയോഗിച്ച് ജപ്പാൻ സാമ്രാജ്യത്തിൻ്റെ കുതിപ്പിന് തടയിടാമെന്ന് ബ്രിട്ടൻ കണക്ക് കൂട്ടിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനായി ഇന്ത്യ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സന്നദ്ധ സേനയെ 2.5 ദശലക്ഷത്തോളം സേനയെ സജ്ജമാക്കി. ആ പുരുഷന്മാരിൽ 87,000-ത്തിലധികം പേരെ ലോകമെമ്പാടുമുള്ള യുദ്ധ ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ചെയ്തു. മൊത്തം വിക്ടോറിയ ക്രോസുകളുടെ 15% അവിഭക്ത ഇന്ത്യയിൽ നിന്നുള്ള സൈനികർക്കാണ് ലഭിച്ചത്. ഇന്ത്യൻ സൈനികരെ ബ്രിട്ടൻ ആദരിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടെയുള്ള കോമൺവെൽത്തിൻ്റെ സംഭാവനകളെ യുദ്ധസ്മാരകമായ കോമൺവെൽത്ത് മെമ്മോറിയൽ ഗേറ്റുകളിൽ അനുസ്മരിക്കുന്നു. കോമൺവെൽത്ത് സൈനികർ വ്യത്യസ്തതയോടെ സേവനമനുഷ്ഠിച്ച കാര്യങ്ങളെ ഗേറ്റുകൾ അനുസ്മരിക്കുന്നു. ജോർജ് വിക്ടോറിയ ക്രോസുകൾ നേടിയ കോമൺവെൽത്ത് സ്വീകർത്താക്കളുടെ പേരുകൾ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്.
ഈ കവാടങ്ങളിൽ നന്ദിയുടെയും സമത്വത്തിൻ്റെയും മനോഭാവത്തിൽ ഇന്ത്യൻ സൈനികരുടെ സംഭാവനകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എല്ലാത്തിലുമുപരി ബ്രിട്ടന് നന്ദി ഉണ്ടാകാൻ ധാരാളം കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യക്കാർ ഇത് അംഗീകരിക്കാൻ അത്ര താല്പര്യമില്ലാത്തതായി തോന്നുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീക്ഷകളെ ബ്രിട്ടൻ വഞ്ചിച്ചു. ഈ അവ്യക്തതയിൽ ചിലത് കൊളോണിയൽ ചരിത്രത്തിലെ ക്രൂരതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും അംഗീകരിക്കേണ്ടതാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ 11 വിക്ടോറിയ ക്രോസുകൾ ധീരതയ്ക്കുള്ള പുരസ്കാരമായി നൽകിയിരിക്കാം. പക്ഷേ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇന്ത്യയിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി ദേശീയവാദികളുടെ പ്രതീക്ഷകളെ വഞ്ചിച്ചു. 1919 ഏപ്രിൽ ജാലിയൻ വാലാബാഗിലെ ഭീകരതയിൽ അത് കലാശിച്ചു. ഇന്ത്യ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ യുദ്ധം ചെയ്തത്? ഇന്ത്യക്കാർ ജപ്പാനുമായി യുദ്ധം ചെയ്തു. വിദേശ രാജ്യങ്ങളെ സംരക്ഷിക്കാനുള്ള യൂറോപ്യൻ യുദ്ധങ്ങൾ മാത്രമായിരുന്നില്ല അവ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബർമ്മ വരെ എത്തിയ ജാപ്പനീസ് സൈന്യം ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിയിരുന്നു. 1944 മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഇംഫാലിലും കൊഹിമയിലും നടന്ന യുദ്ധങ്ങളിൽ ജപ്പാൻ സൈന്യം വിജയിച്ചില്ല. ഇവ വളരെ ക്രൂരമായ യുദ്ധങ്ങളായിരുന്നു. കൊഹിമയിൽ ഇരു വിഭാഗങ്ങളും ഒരു ഘട്ടത്തിൽ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ മാത്രം വീതിയിൽ വേർതിരിക്കപ്പെട്ടു. അത്ര മുഖാമുഖ യുദ്ധമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ആത്യന്തിക ത്യാഗം. 2 ലോകമഹായുദ്ധങ്ങളിലും ലോകത്ത് കോടിക്കണക്കിന് പട്ടാളക്കാരും സാധാരണക്കാരും മരിച്ചു. ഓരോ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഈ മരിച്ചവരെ കുറിച്ച് ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഇന്നും പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നു, പൂക്കൾ അർപ്പിക്കുന്നു, അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ മൗനമായി നിൽക്കുന്നു. എന്നിട്ടും ഈ 2 ലോകമഹായുദ്ധങ്ങളിലും മരിച്ച 1,61,000 സൈനികർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു? സൈനികരുടെ ത്യാഗങ്ങളെയും സേവനങ്ങളെയും എന്നും വിലയോടെയും അഭിമാനത്തോടെയും കാണുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തുപറ്റി? 2 ലോകമഹായുദ്ധങ്ങളിൽ മരിച്ചടങ്ങിയ 1,61,000 പേർ സായിപ്പിന് വേണ്ടി പോരാടിയത് കൊണ്ടാണോ അവരോട് ഈ പക്ഷപാതം? എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സത്യമുണ്ട്. ബ്രിട്ടൻ നമ്മളെ അടക്കി ഭരിച്ചു എന്നത് ശരി തന്നെയാണ്. നമുക്കവർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതും ശരി തന്നെയാണ്. എന്നാൽ ലോകമഹായുദ്ധങ്ങളെ വിലയിരുത്തുമ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യശക്തികളുടെ ഭാഗത്തായിരുന്നു ന്യായമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവർ സ്വേച്ഛാധിപത്യത്തെയും ഫാസിസത്തെയും ഏകാധിപത്യത്തെയും ചെറുത്ത് തോൽപ്പിച്ച ജനാധിപത്യ ശക്തികളായിരുന്നു. അവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. അതുതന്നെയാണ് ലോകമഹായുദ്ധത്തിൻ്റെ ന്യായം. ഇന്ത്യ ആ ലോകമഹായുദ്ധത്തിൽ തങ്ങൾക്കാകുന്ന രീതിയിൽ ബ്രിട്ടനോടൊപ്പം ചേർന്ന് പോരാടിയെങ്കിൽ അത് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകമഹായുദ്ധങ്ങളിൽ ഇന്ത്യ നൽകിയ മഹത്തായ സംഭാവനകളെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾക്ക് സാധിക്കുന്നില്ല. മറ്റൊരു രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അടിക്കുറിപ്പുകളിൽ നിന്നുകൊണ്ട് മാത്രം അറിയേണ്ട കാര്യമാണോ ഇത് എന്ന് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കണം. കാരണം ഇവ ഇന്ത്യയുടെയും യുദ്ധങ്ങളായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏകദേശം 74,187 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു. ഇതിൽ 62,000 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 67,000 പേർക്ക് പരിക്കേറ്റു. 10,000 പേരെ കാണാതായി. യുദ്ധകാലത്ത് 1.3 ദശലക്ഷത്തിലധികം ഇന്ത്യൻ സൈനികർ സഖ്യസേനയിൽ സേവനമനുഷ്ഠിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏകദേശം 3 ദശലക്ഷം ഇന്ത്യൻ സിവിലിയന്മാരോടൊപ്പം 87,000-ത്തിലധികം ഇന്ത്യൻ സൈനികരും മരിച്ചു. ഇന്ത്യൻ സൈന്യം 34,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റു. 67,000 പേർ യുദ്ധത്തടവുകാരായി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുൻ കമാൻഡർ ഇൻ ചീഫായിരുന്ന ഫീൽഡ് മാർഷൽ സർ ക്ലോഡ് ഓച്ചിൻലേക്ക് പറഞ്ഞത് വീണ്ടും എടുത്തു പറയട്ടെ: ഇന്ത്യൻ സൈന്യം ഇല്ലാതിരുന്നെങ്കിൽ ബ്രിട്ടന് 2 യുദ്ധങ്ങളും ജയിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതറിയാത്തത് നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രമാണ്.